ഈ വർഷത്തെ SLC പബ്ലിക് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The narrator in the story, the best investment I ever made, was very happy to know that blah 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 became a social worker later on. He narrated the life of Mr. John to one of his friends. Prepare a likely narrative. ഒരു നാരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിട്ട് ആ 7 അല്ലെ 8 മാർക്കിനുമാണ് പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നത്. അതെങ്ങനെ നേടണം എന്നുള്ള കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ ആ 7 മാർക്കിനോ അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ 8 മാർക്കിനോ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ആ 8 7 മാർക്ക് ഫുൾ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നാരേറ്റീവ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുപോലത്തെ ഇംഗ്ലീഷിന്റെ എല്ലാ വീഡിയോസും അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് പോയിട്ട് ഓരോന്നും നിങ്ങൾക്ക് ഏതൊക്കെയാണ് കാണേണ്ട, ഫ്രേസൽ വേർബ്സ് ആണ്, ഫ്രേസൽ വേർബ്സ് എന്താണോ, ഗ്രാമർ പോർഷൻസ് ആണ്, ഏത് ഗ്രാമർ പോർഷൻസ് ആണെങ്കിലും എല്ലാത്തിനും കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഴ്സ് ആണെങ്കിൽ എല്ലാത്തിനും ഫോർമാറ്റുകളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി പലതും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് പോയി കാണാം. ഓൾസോ എല്ലാ ദിവസവും കൃത്യം വൈകുന്നേരം 7:30 നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോൾ ആ ലൈവ് ക്ലാസ്സും മിസ് ചെയ്യരുത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 7:30 ക്ലാസ് നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈവ് ക്ലാസ് എന്തായാലും വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നരേറ്റീവ് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കുക. നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ബേസിക്കലി നമ്മളൊരു കഥ നരേറ്റ് ചെയ്യാണ്. ഒരു കഥ ഓൾറെഡി നടന്ന ഒരു കഥയുണ്ടോ, അത് കഥ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ സംഭവം. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് വേണോ? വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പറയേണ്ട ആവശ്യം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഓൾറെഡി നടന്ന ഒരു കഥ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ നാരേറ്റീവ്. അത് വൃത്തികേറ്റ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെൻഷൻ ഓൾ കീ ഐഡിയാസ്, നോ നീഡ് ഫോർ ഒപ്പീനിയൻസ്. എല്ലാ കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായും മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ റൈറ്റപ്പിലും പാരഗ്രാഫിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒപ്പീനിയൻസ് കൊടുക്കുക അതിൽ. പക്ഷെ ഇതിൽ ഒപ്പീനിയൻസ് ആവശ്യം, നിങ്ങൾ കഥ പറഞ്ഞാൽ മാത്രം മതി. പിന്നെ എന്താണ്, കഥയ്ക്ക് ഒരു ബിഗിനിങ് ഉണ്ടാവണം, ഒരു മിഡിൽ ഉണ്ടാവണം, ഒരു എൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇടയിൽ വെച്ച് തുടങ്ങി പിന്നെ എവിടെയും കൊണ്ട് അവസാനിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ബിഗിനിങ് കൊടുക്കുക, മിഡിൽ കൊടുക്കുക, എൻഡ് കൊടുക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾസ് വായിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ എന്താണ്, പറ്റുമെങ്കിൽ യൂസ് ഡയലോഗ്സ് ഫ്രം ദി സ്റ്റോറി. ഓക്കെ, അപ്പോൾ ആ കഥ നടന്നതിൽ നിന്ന് അയാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കൊട്ടേഷനിൽ ഡയലോഗ് കൊടുക്കാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് നിർബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ആസ്റ്ററിക്സ് ഇവിടെ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയേ ഉള്ളൂ ഇതിന്റെ തിയറി. ഇതിൽ കൂടുതൽ തിയറി ഇതിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ചോദ്യം, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. ബേസിക്കലി ആ കോബ്രയും മൊങ്കൂസും തമ്മിലുണ്ടായ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ല? കഥ ഓർമ്മയില്ല, നിങ്ങൾ ആ ചാപ്റ്റർ എന്തായാലും വായിക്കണം. കാരണം നരേറ്റീവിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ നരേറ്റീവ് 99% അല്ല 100% നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ആ ചാപ്റ്ററിലെ ഇന്ന ആളുടെ കഥ, അല്ലെ ആ ചാപ്റ്ററിലെ ഇന്ന ഇൻസിഡന്റിന്റെ കഥയായിരിക്കും നരേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ആ കഥ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ ചാപ്റ്ററും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ചിലപ്പോൾ പരീക്ഷയിൽ നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടുപോലെ ഹിൻസ് തരാം, പക്ഷെ എല്ലാ പരീക്ഷയിലും എല്ലാ വർഷവും ഹിൻസ് കൊടുത്തിട്ടില്ല. സോ അപ്പം കഥ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ മോങ്കൂസിന്റെയും കോബ്രേന്റെയും കഥ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ നരേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്യണം. നമുക്കൊന്ന് വെറുതെ വായിച്ചു നോക്കാം. കുറച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്ക്. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. ചെക്കൻ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഹി സോ സ്മോൾ മോങ്കൂസ് ആൻഡ് എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഫൈറ്റിംഗ് ടു ഡെത്ത് ബിനീത്ത് ദി ബാനിയൻ ട്രീ. ഇപ്പൊ ബിനീത്ത് ദി ബാനിയൻ ട്രീ എന്ന് പറയേണ്ട ആവശ്യമില്ല, അണ്ടർ ദി ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോൾ. ഓക്കെ, പിന്നെ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര എന്നൊക്കെ സാർ അത്രയും ഡീറ്റെയിൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുഴപ്പമില്ല. കോബ്ര ആൻഡ് മോങ്കൂസ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമില്ല, അതിനൊന്നും നല്ല മാർക്ക് കിട്ടാൻ പോകുന്നത്. മൊത്തത്തിലുള്ള കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ടീച്ചറിന് ചെക്ക് ചെയ്യേണ്ടത്. Both of them were very skillful fighters. അതൊക്കെ ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതായത് യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ്. At first the cobra struck, കോബ്ര ഇടിക്കുന്നു. But mongoose avoided it and bit the snake on the back. കടിച്ചു. In its turn the cobra darted away out of reach. The cobra struck again and missed the object. വീണ്ടും എന്താണ് സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. When the cobra was weakening, കോബ്ര ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് the mongoose vigorously took it by its snout. ഇത്രയും ഭയങ്കര ഭീകര സംഭവം ഒന്നും ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ലാംഗ്വേജിൽ പറയാവുന്നുള്ളൂ. ഓക്കെ, കോബ്ര വീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ദ മോങ്കൂസ് ഹിറ്റ് അഗെയിൻ എന്ന് വേണേൽ പറയാം. സിമ്പിൾ ആയിട്ട് ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കുകൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ കഥയുടെ ആ ഐഡിയ ഇവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം ഇൻസിഡന്റ് ഇങ്ങനെ പറഞ്ഞ് അവസാനം എങ്ങനെയാണ് നോക്കുക. ബിസൈഡ്സ് ദ ബോയ് there were 2 other spectators, a myna and a crow. They tried to intervene in the fight which led to the death of the crow. The myna wisely refrained from interfering again. അതോടെ തീരുകയാണ്.
ബേസിക്കലി നിങ്ങൾ വിചാരിക്കുന്നതാണ് അവസാനം നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങളുടേതായ കൺക്ലൂഷനിൽ എത്തിയിട്ട് വരും, ദ മോറൽ ഓഫ് ദ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും എത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നരേഷൻ ആണ്, നെറേറ്റീവ് ആണ്. സോ നിങ്ങൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. കണ്ട, കഥ പറഞ്ഞ് അവസാനിക്കുകയാണ്. മൈന എന്താണ്, മൈന അതിൽ വൈസ്ലി അതിൽ ആ ഒരു അടിയിൽ നിന്ന് വിട്ടുനിന്ന് അതിൽ പിന്നീട് ചെയ്തില്ല, പിന്നീട് ചെയ്തില്ല, വീണ്ടും ചെയ്തില്ല, അതിൽ കൊണ്ട് നിർത്തുക. ഇത്രയുള്ള സംഭവം. ഇതിൽ വേറെ ഒരു ഒപ്പീനിയനും ഇല്ല, വേറെ ഒരു പരിപാടിയും ഇല്ല, ജസ്റ്റ് കഥ അങ്ങോട്ട് നാരേറ്റ് ചെയ്യാം. അപ്പം ഇതിന് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിരിക്കണം, എല്ലാ ചാപ്റ്ററും വായിച്ചിരിക്കണം. അതുകൂടാതെ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസിനും, ഓരോ പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, സാമ്പിൾ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദ ഡോക്ടർ ഇസ് റിപ്പോർട്ടിംഗ് ദ സൂയിസൈഡ് ഇൻസിഡന്റ് ടു ഹിസ് ഫ്രണ്ട്സ്, പ്രിപ്പയർ ദി ലൈക്ലി നാരേറ്റീവ്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകത, നേരത്തെ ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകതയും ഇതിന്റെ പ്രത്യേകതയും ചെറിയ വ്യത്യാസമുണ്ട്. അത് നേരത്തെ ക്വസ്റ്റിനിൽ പറയുന്നത് നമ്മുടെ സ്വന്തം വേർഡ്സിൽ നമ്മളായിട്ട് തന്നെ ആ മൊത്തം മോങ്കോസിന്റെയും ആ ചെക്കന്റെയും ആ കോബ്രന്റെയും ഫൈറ്റിന്റെ മൊത്തം കഥ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇമാജിൻ ദ ഡോക്ടർ ഇസ് റിപ്പോർട്ടിംഗ് ദ സൂയിസൈഡ് ഇൻസിഡന്റ് ടു ഹിസ് ഫ്രണ്ട്സ്. നമ്മൾ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ നമ്മുടെ ഫ്രണ്ട്സിനോട്, അതായത് നമ്മൾ ഡോക്ടർ ആയിട്ട് ആ ഡോക്ടർ ഫ്രണ്ട്സിനോട് എന്താണോ പറയുക അത് എഴുതാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആരുടെ ക്യാരക്ടർ ആവണം, നിങ്ങൾ ഡോക്ടർ ആവണം. എന്നിട്ട് ആ രീതിയിൽ ഡോക്ടർ എങ്ങനെയാണോ കഥ പറയുക ആ രീതിയിൽ പറയണം. അപ്പം ചെറിയൊരു മാറ്റം വരും. ടുഡേ ഈസ് ആൻ അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഡോക്ടർ പറയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ പറയണം. ഓക്കെ, വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് അറ്റ് ദ നൈറ്റ് സാർജൻ കെയിം, മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം ആ കഥ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. അദ്ദേഹം എങ്ങനെയായിരിക്കും ഒരു ഫ്രണ്ടിനോട് കഥ പറയാം, അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ വീണ്ടും അവിടെ ഒപ്പീനിയൻസിന്റെ കാര്യമൊന്നുമില്ല, ആ കഥ എന്ത് ചെയ്യുക അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ, പരീക്ഷയ്ക്ക് ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ്, പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, ഓപ്ഷനല്ല, എന്തായാലും ചെയ്തിരിക്കണം, എന്നാലേ ആ 8 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇത് വായിക്കുക ഫുള്ളായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ആയിരിക്കും ആൻസർ വരേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. അതുപോലെ ഞാൻ ഇനിയും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, പരീക്ഷയിൽ വന്ന തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ 2023 പരീക്ഷയിൽ 7 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ഹിന്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹിന്റുകൾ തന്നാൽ തീർച്ചയായിട്ടും ആ ഹിന്റുകളും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനാണ് അവർ ഹിന്റുകൾ തന്നിരിക്കുന്നത്. ഓക്കെ, അതിന് മാർക്ക് ഉണ്ടാവും. ഹിന്റുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഹിന്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊരു നാരേറ്റീവ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഒന്ന് വീഡിയോ പോസ് ഒക്കെ ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഇനി വീഡിയോ പോസ് ചെയ്യാണ്ട് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് PDF ഡൗൺലോഡ് ഇതൊന്ന് വെറുതെ വായിച്ചു നോക്കുക. ഫസ്റ്റത്തെ നാരേറ്റീവ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് ഈ ഒരു നാരേറ്റീവ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് കമന്റ് ബോക്സിൽ തന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത്, കമ്പ്യൂട്ടറിലാണ് വേഗം ടൈപ്പ് ചെയ്യുക, ഫോണിലാണ് ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യുക. ഒന്നും ആലോചിക്കേണ്ട, ഭയങ്കര അടിപൊളി ആവണമെന്ന് ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യണം. അല്ലാണ്ട് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വായിച്ചു നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് എത്രയാണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു നാരേറ്റീവ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിലിടുക. ഭയങ്കര ലെങ്തി അല്ലെങ്കിലും കുഴപ്പമില്ല. പരീക്ഷയിൽ നിങ്ങൾ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നാരേറ്റീവ് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡി? അത് ചെയ്തിരിക്കണം. ഇനി അതുപോലെ 2-3 ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനും അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ 2022 വന്ന ക്വസ്റ്റ്യനാണ്. അതിനെ നാരേറ്റീവ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ചോദിച്ചിരിക്കുന്നതാണ്, ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഹോം ഹി നാരേറ്റ്സ് എ ഇൻസിഡന്റ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, റൈറ്റ് ദ ലൈക്ലി നാരേറ്റീവ്. അപ്പം ഈ ചെക്കൻ ഗ്രാൻഡ് ഫാദറിനോട് പറയുന്ന പോലെ നിങ്ങൾ എഴുതണം. അപ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക, ഗ്രാൻഡ് ഫാദർ, യു വോണ്ട് ബിലീവ് വാട്ട് ഐ വിറ്റ്നസ് ടുഡേ ഇൻ ദി ബാനിയൻ ട്രീ, ഇറ്റ് വാസ് ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ പറയുന്ന പോലെ നിങ്ങൾ പറയേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനും ഈ 2 ക്വസ്റ്റ്യൻസിനും ഓക്കെ, പറ്റുമെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് അല്ലെ മിനിമം ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം. ഇനി കമന്റ് ബോക്സിൽ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടു, നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സും കമന്റ് ബോക്സിൽ ഇട്ടു, പിന്നെ ഒരു 100 ഫ്രണ്ട്സും കൂടി കമന്റ് ബോക്സിൽ ഇട്ടാൽ 100 ആൻസേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് ഒക്കെ നോക്കാം. അതൊന്നും അവർ യൂസ് ചെയ്ത കറക്റ്റ് കുറച്ചുകൂടി നല്ല വേർഡ്സ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്രേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ കോപ്പി ചെയ്യാം, നല്ല കാര്യമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, അത് പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മുടെ യൂട്യൂബിലെ കമന്റ് ബോക്സ് ആണ്. അത് മാക്സിമം യൂസ്ഫുൾ ആക്കുക. അപ്പോൾ അത് യൂസ്ഫുൾ ആക്കണേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസർ ഇടണം. അത് ഭയങ്കര അടിപൊളി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരുടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഈ PDF-ൽ ഓക്കെ, ഞാൻ തരാൻ പോകുന്ന ഈ നോട്ടിന്റെ PDF-ൽ ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഐഡിയാസിന്റെ കളിയാണ്, അല്ലാണ്ട് ഇതേ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വരുമ്പോൾ എടുത്ത് കാച്ചാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇതേ ചാപ്റ്ററിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് എഴുതാം. കാരണം ഇതിൽ അതിന്റെ സമ്മറി തന്നെ കിടപ്പുണ്ടാവും.
മനസ്സിലായില്ലേ? ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ സമ്മറി അവിടെ കിടപ്പുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ ഇപ്പം തന്നെ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ 2 നെറേറ്റീവ് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുന്നതിന് മുമ്പ്. ഓക്കെ, പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഭയങ്കര കോൺഫിഡൻസ്, കാരണം നിങ്ങൾ ഓൾറെഡി എഴുതിയതാണ് ഇത് പരിപാടികളൊക്കെ. ആ ചാപ്റ്റർ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നെറേറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ 8 മാർക്ക് അല്ലെ 7 മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1 മാർക്ക് പോലും 1/2 മാർക്ക് പോലും പോകാതെ കിട്ടും. അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അവരും കണ്ട് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരി വൺ, എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ഓൾസോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്ലേലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അതിലുണ്ട്. അതുകൂടാതെ നമ്മുടെ ലൈവ് 7:30ക്കുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട, എല്ലാവരും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവരൊക്കെ വിളിച്ച് വേണം നിങ്ങൾ ലൈവിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.